ഇപ്പം ദീർഘനേരം യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് റിസ്ക് ഉണ്ടോ? എന്തെങ്കിലും അസുഖം വരാൻ സാധ്യതയുണ്ടോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ അകത്ത്, അതായത് ക്യാബിൻ്റെ അകത്ത് എയർ വളരെ ഡ്രൈ ആയിരിക്കും. അപ്പോൾ എയർ വളരെ ഡ്രൈ ആകുമ്പോൾ നമ്മുടെ മൂക്ക് ഡ്രൈ ആകാനും തൊണ്ട ഡ്രൈ ആകാനും, പിന്നെ പ്രത്യേകിച്ച് കഫം ഉണ്ടാകുന്ന ആൾക്കാരിലാണെങ്കിൽ കഫം ഡ്രൈ ആയിട്ടുള്ള ബുദ്ധിമുട്ട്, അതായത് തൊണ്ടയിൽ തടസ്സം, മൂക്കിൽ തടസ്സം, അല്ലെങ്കിൽ കണ്ണിൻ്റെ ഇറിറ്റേഷൻ, അങ്ങനത്തെ ഡ്രൈനെസ് കാരണം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും ഹെൽത്തിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എംബോളിസമാണ്, പൾമണറി എംബോളിസം. അതെന്താ വെച്ചാൽ നമ്മൾ തീരെ അനങ്ങാതെ ഫ്ലൈറ്റിൽ ഒറ്റ ഇരിക്കുമ്പോൾ, പ്രത്യേകിച്ച് 3-4 മണിക്കൂറിന് മുകളിൽ അനങ്ങാതിരിക്കുമ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലഡ് എല്ലോടെ നമ്മുടെ കാലിൻ്റെ വെയിൻസിലോട്ട് പൂളുകയും അവിടെ രക്തം കട്ടിപിടിക്കാനുള്ള സാധ്യത കൂടുകയാണ്. അവിടെ രക്തം കട്ടി പിടിച്ചു കഴിഞ്ഞാൽ ആ കട്ടി പിടിച്ച രക്തം മുകളിലേക്ക് പോയിട്ട് നമ്മുടെ ലങ്സിലേക്ക് പോവുകയും ഹാർട്ട് ലങ്സിലോട്ടുള്ള രക്തയോട്ടത്തിൽ ബ്ലോക്ക് ചെയ്യുകയും പൾമണറി എംബോളിസം വരാൻ സാധ്യതയുണ്ട്. പൾമണറി എംബോളിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിനായിട്ടുള്ള രക്തയോട്ടത്തിലുണ്ടാകുന്ന ബ്ലോക്കാണ്. അങ്ങനെ വരുമ്പോൾ തന്നെ ശ്വാസം കിട്ടാതെ വരികയും ഓക്സിജൻ താഴെ പോവുകയും ഒരു ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കണ്ടീഷൻ തന്നെയാണ് പൾമണറി എംബോളിസം. അപ്പം നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിളായിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും? 1-2 മണിക്കൂർ കൂടുമ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ എണീറ്റ് സീറ്റ് ബെൽറ്റ് ലൈറ്റ് ഓണൊന്നും അല്ലെങ്കിൽ നടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. രണ്ടാമത്തെ, വെള്ളം നല്ലോണം കുടിക്കുക. ഡ്രൈ ആകൽ, ഒരിക്കലും ഡീഹൈഡ്രേറ്റഡ് ആകൽ, വെള്ളം നമ്മൾ ആവശ്യത്തിന് കുടിക്കുക. ആൽക്കഹോൾ ഈവൻ സെർവ് ചെയ്യുന്ന ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക. ബെറ്റർ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരാണെങ്കിൽ ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. മൂന്നാമതായിട്ടാണ് നമ്മുടെ കാലിൻ്റെ അനക്കം, അതായത് നമ്മുടെ കാഫ് മസിൽസ് ഉണ്ട്. ആ കാഫ് മസിൽസ് എപ്പോഴും മൂവ് ചെയ്യുക, അതിൻ്റെ ആ മൂവ്മെൻറ്റ് പൊസിഷനിൽ നമ്മൾ ചെയ്യുക. അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ആ ഒരു രക്തോട്ടം ഉണ്ടാവുകയും ചെയ്യും, പിന്നെ ആ ഒരു രക്തതടസ്സം വരാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. പിന്നെ മൂക്ക് ഡ്രൈ ആകുന്ന ആൾക്കാരാണെങ്കിൽ മൂക്കിലടിക്കുന്ന സ്പ്രേ യൂസ് ചെയ്യാവുന്നതാണ്. അതായത് സലൈൻ സ്പ്രേകളുണ്ട്, അങ്ങനത്തെ സ്പ്രേ എടുത്തിട്ട് മൂക്ക് നമുക്ക് ഡ്രൈനെസ് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്ലഡ് തിന്നേഴ്സ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് രക്തോട്ടം നമ്മൾ ഓൾറെഡി എക്കോസ്പിരിനും ക്ലോപ്പിലറ്റൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ മരുന്നുകളൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യില്ല ഈ യാത്രയ്ക്ക് മുന്നേ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാലിൽ നീർക്കെട്ടുണ്ടാവുകയാണ്, ലെഗ് സ്വെല്ലിംഗ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു ശ്വാസതടസ്സം വരുവാണ്, നെഞ്ചുവേദന വരുവാണ്, അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് കൂടുകയാണ്, അതല്ലെങ്കിൽ ചുമ കൂടുകയാണ്, അല്ലെങ്കിൽ ചുമയ്ക്കുമ്പോൾ ബ്ലഡ് വരുവാണ്, ഇതൊക്കെ വാർണിംഗ് സൈൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ ഉടനെ തന്നെ ഡോക്ടറിനെ കാണിക്കണം. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യാത്ര ചെയ്യുമ്പോൾ.